മംഗളം ദിശതു മേ ആകാശഃ, മംഗളം ദിശതു മേ വായുഃ, മംഗളം ദിശതു മേ അഗ്നിഃ, മംഗളം ദിശതു മേ ആപഃ, മംഗളം ദിശതു മേ പൃഥ്വി. ഓം ശാന്തി ശാന്തി ശാന്തി. ஒன்றே இனம், ஒன்றே குலம், ஒன்றே தெய்வம், அன்பே சிவம், அன்பே சத்தியம், அன்பே ஞானம், அன்பே ஆனந்தம். நம சிவாய வாழ்க, நாதம் தான் வாழ்க, இமை பொழுதும் என் நெஞ்சில் நீங்கா நீந்தான் தாழ் வாழ்க வாழ்க வாழ்க. அருள் பெரும் ஜோதி, அருள் பெரும் ஜோதி, தனிப்பெரும் கருணை, அருள் பெரும் ஜோதி ஜோதி ஜோதி. சதாசிவசமாரம்பாம் சங்கராச்சார்யமத்யமாம் अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्. श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करं. शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतो वन्दे ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ ശക്തിരൂപേണ സിദ്ധിരൂപേണ ദയാരൂപേണ കൃപാരൂപേണ ചേതനേത്യഭിധീയതേ. നമസ്തസ്യൈ 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 നമോ നമഃ. പരിപാവനമായ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ നമ്മയെല്ലാം ഓർത്തിണക്കിയ സ്ഥലദേവതകളെ, കുലദേവതകളെ, ധർമ്മദേവതകളെ, ആദിത്യ നവഗ്രഹങ്ങളെ, അഷ്ടദിക്പാലകന്മാരെ, പിതൃപിതാമഹന്മാരെ, സപ്തമാതൃക്കളെ, സപ്ത അനുഭൂതികളെ, സപ്തഖണ്ഡങ്ങളെ, സപ്തഗിരികളെ, സപ്ത മാതൃക്കളെ, സകല ജ്ഞാത അജ്ഞാത മൂർത്തികളെ ഭാരതീയ ഋഷി പരമ്പരയുടെ നാമധേയത്തിൽ സർവദേവ നമസ്കാരഃ കേശവം പ്രതി ഗച്ഛതി, സർവജീവ നമസ്കാരഃ കേശവം പ്രതി ഗച്ഛതി. നവരാത്രിയുടെ പുണ്യമായ ഈ തിഥിയിൽ നമുക്ക് ഇവിടെ ഒത്തുചേരാൻ ആ ഗുരുപരമ്പരയുടെ കാരുണ്യം പൂർണ്ണമായി എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് ഈ ശുഭമധ്യാഹ്നത്തോട് നമുക്കിവിടെ ഇന്നിങ്ങനെ ഒരു സത്സംഗത്തിൻ്റെ ഒരുങ്ങിയത്. ഈ ധ്യാനകേന്ദ്രം ഒരു ശക്തിപീഠം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എളിയ നിലയിൽ നമ്മൾ തുടങ്ങി വെച്ച ഈ സങ്കല്പം
ഉത്തരോത്തരം വർത്തമാനമായി അനേകം പരിവർത്തനങ്ങളിലൂടെ അങ്ങനെ കടന്ന് ഇപ്പോൾ അനേകർക്കൊരു അത്ഭുതമായി, ആനന്ദമായി, ആശ്വാസമായി, ഒരു ഗംഭീരമായിട്ടുള്ള നവരാത്രിയുടെ ആ നവീനത, ആ നവ്യ അനുഭവങ്ങൾ ആവാഹിക്കത്തക്ക നിലയിലേക്ക് സാധകരെ സജ്ജരാക്കുന്ന ഒരു സന്നിധിയായി. ഗുരു സന്നിധി, അതാണ് ഏറ്റവും വലിയ നിധി. ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി ഏതാണെന്ന് ചോദിച്ചാൽ സന്നിധിയാണ്. ഏത് സന്നിധി എന്ന് ചോദിച്ചാൽ ഗുരു സന്നിധി. പ്രപഞ്ചം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഭൂമി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ശക്തിയിലാണ്? ഗുരുത്വ ആകർഷണത്തിലാണ്. അപ്പോൾ ഭൂമി തന്നെ, പ്രപഞ്ചം തന്നെ ഗുരുത്വ ആകർഷണത്തിൽ അങ്ങനെ പോകുമ്പോൾ ആ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമുക്കും ആദ്യമായും മുഖ്യമായും വേണ്ട ആ യോഗ്യത മറ്റൊന്നുമല്ല. എന്താണ്? ആ 3 അക്ഷരമാണ് ഗുരുത്വം. ആ ഗുരുത്വമുള്ളത് കൊണ്ടാണ് ഒരു ഇരുത്തമുള്ളത്, പരസ്പരം പൊരുത്തമുള്ളത്, സമത്വമുള്ളത്, മഹത്വമുള്ളത്. എവിടെ ഗുരുപ്രസാദമുണ്ടോ അവിടെ മനഃപ്രസാദവും ജനപ്രസാദവും ജനാർദ്ദന പ്രസാദവും സിദ്ധിക്കുന്നു എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അമ്മ അച്ഛനെ കാട്ടിക്കൊടുത്തു, അച്ഛൻ അവന് ഗുരുവിനെ കാട്ടിക്കൊടുത്തു, ഗുരു അവന് ദൈവത്തെ കാട്ടിക്കൊടുത്തു. മാതാപിതാ ഗുരു ദൈവം. ദൈവത്തോട് തെറ്റ് ചെയ്താലും നമുക്ക് രക്ഷയുണ്ട്. ആരുണ്ടെങ്കിൽ? ഗുരുനാഥനുണ്ടെങ്കിൽ. കാരണം ഗുരുവാണല്ലോ ദൈവത്തെക്കുറിച്ച് നമ്മെ അറിയിച്ചതും അനുഭവിപ്പിച്ചതുമെല്ലാം. പക്ഷേ ഗുരുവിനോട് തെറ്റ് ചെയ്താൽ പിന്നെ ആരുണ്ട് ശിവനെ നമ്മെ രക്ഷിക്കുവാൻ എന്നാണ് ശാസ്ത്രങ്ങൾ ചോദിക്കുന്നത്. ശിവദ്രോഹിയെ രക്ഷിക്കുവാൻ ഗുരു ഉണ്ട്, ഗുരുദ്രോഹിയെ രക്ഷിക്കുവാൻ ആരുണ്ട് ശിവനെ? ആരുമില്ല. അതാണ് നമുക്ക് ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു വലിയ രഹസ്യം. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും എന്നെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ശകാരവർഷം, അസഭ്യവർഷം ഒക്കെ തുടങ്ങും. അപ്പം അത് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പറയുന്നത്? ഈ വന്ന ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഏതോ ജന്മാന്തര ശത്രുവാണെന്നാണ് തോന്നുന്നത്. ആ രീതിയിലാണ് ഗുരുമർദ്ദനം, വാക്കുകൊണ്ടായാലും ഒക്കെ. അത് ഇന്ന് പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗുരുമർദ്ദനം ഗുണവർദ്ധനമായിട്ട് മാറി. നമ്മിലെ സൽഗുണങ്ങളുടെ വർധനവിനായിട്ടുള്ള ഒരു പരീക്ഷണമായിട്ട് ആ യാതന സാധനയായി മാറി. ആ വേദനയാണ് ഇന്നത്തെ വേദാന്തമായി നാം പറയേണ്ടി വരുന്നത്. ഗുരുവിൻ്റെ പരിഹാസം ശിഷ്യന്റെ പാപമോചനം ആയി മാറും. പരിഹാസം പാപമോചനം, ഗുരുവാക്യം ഗുണവാക്യമായിട്ട് മാറും. മണ്ടനെ പോലെ നടന്നോണം. ആരുടെ മുമ്പിലും ചെന്ന് മിടുക്കനാവാൻ ശ്രമിക്കരുത്. ആരെയും ചെറുതാക്കി വലുതാവാമെന്ന് വിചാരിക്കരുത്. ആരെയും തോൽപ്പിച്ച് ജയിക്കാമെന്ന് വിചാരിക്കരുത്. ആരെയും കരയിപ്പിച്ച് ജയിക്കാമെന്ന് വിചാരിക്കരുത്. ഇത്രയൊക്കെ ബാലപാഠങ്ങൾ മാത്രമേ ഇന്ന് ഓർമ്മയിൽ അവശേഷിക്കുന്നുള്ളൂ. അറിഞ്ഞതാരാ? മനസ്സ്. ഇനി പലതും അറിയണം. അതാരാ? ബുദ്ധി. അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞത് മനസ്സ്, പഴയത്. ഇനി അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് ബുദ്ധി, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിനെയാണ് നാം അന്വേഷിക്കുന്നത്. ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. അറിഞ്ഞത് മനസ്സ്, ഇനി പലതും അറിയണമെന്ന് വിചാരിക്കുന്നത് ബുദ്ധി. ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് അറിയേണ്ടത്. അതിനുവേണ്ടിയാണ് ഇന്ന്, അല്ലെങ്കിൽ ഈ 2-3 ദിവസം പ്രകൃതി നമുക്കായിട്ട് ഒരു 0 ടൈം സോൺ, ഒരു നിശ്ചലതയിൽ കൊണ്ട് നിർത്തുകയാണ് എല്ലാവരെയും. ഒരായുധവും വേണ്ട. ആയുധമെന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിന് വേണ്ടുന്ന ഒരു ശക്തിയാണ്, അല്ലേ? പണ്ട് കാലത്ത് വേട്ടയാടുമ്പോൾ അതിന് വേണ്ടുന്ന ശക്തിയാണ് എന്തായിട്ട് നിൽക്കുന്നത്? ആയുധമായിട്ട്. പ്രസംഗകന്റെ വാക്കുകളാണ് അവൻ്റെ ആയുധം. അപ്പം
ജോലിക്കാരൻ്റെ മേശരിയുടെ അവൻ്റെ ഉപകരണങ്ങളാണ് അവൻ്റെ ആയുധം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങളെല്ലാം തൽക്കാലം അങ്ങോട്ട് മാറ്റിവെച്ചേക്കാനാണ് പറയുന്നത്. എന്തിനു വേണ്ടി മാറ്റിവെക്കാൻ പറയുന്നു? അതൊന്ന് പൂജിക്കാനായിട്ട്. അപ്പോൾ പൂജ എന്ന് പറയുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെ ഒന്ന് അറിയണം. അറിഞ്ഞതിനെ നോക്കിയിട്ട് കാര്യമില്ല, പാസ്റ്റായി പോയി. ഇനി അറിയാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല, അത് ഫ്യൂച്ചറാണ്. ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശക്തി, അതിനെ നമ്മൾ ബോധേന്ദ്രിയം എന്ന് പറയും. ഞാൻ ബോധേന്ദ്ര സ്വാമി ആയതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. ഇനി സ്വാമിയുടെ പേരും കൂടെ സ്വാമി അങ്ങ് ആഡ് ചെയ്തതാണോ? അങ്ങനൊന്നുമല്ല. ബോധേന്ദ്രിയം എന്നൊരു ഇന്ദ്രിയമുണ്ട്, ആത്മാവിൻ്റെ മറ്റൊരു പേരാണത്. ആ ഇന്ദ്രിയത്തെക്കുറിച്ചാണ് നമുക്ക്, അതാണ് 6ാം ഇന്ദ്രിയം. അതീന്ദ്രിയം, അലൗകികം, അഭൗമം, എക്സ്ട്രാ ടെറസ്ട്രിയൽ, എക്സ്ട്രാ സെൻസറി, ഡിവൈൻ എന്നൊക്കെ പറയുന്നത് ഈ ബോധേന്ദ്രിയം. ഇത് എപ്പോഴാണ് നാം തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 2 ഓളങ്ങൾ തീരുമ്പോഴാണ്, അറിഞ്ഞതും അറിയാൻ പോകുന്നതും. അപ്പോൾ ഈ നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോധേന്ദ്രിയമാണ്, അറിഞ്ഞത് മനസ്സ്. അറിയണം, പലതും പഠിക്കണമെന്ന് ചിന്തിക്കുന്നത് ബുദ്ധി. ഇതിനിടയിൽ ബോധേന്ദ്രിയം ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കുകയാണ്. ആ നിശബ്ദതയെ തിരിച്ചറിയാൻ നമ്മളൊന്ന് നിശബ്ദമാവണം, നമ്മളൊന്ന് അടങ്ങണം, നമ്മളൊന്ന് അമരണം, അസ്പന്ദമാകണം, നിഷ്പന്ദമാകണം, നിശ്ചലമാകണം. അതിനുവേണ്ടിയുള്ള ഒരു പരിശീലനമാണ് നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ദേവിക്ക് അല്ലെ ശക്തിക്ക് നമ്മൾ ക്ഷേത്രങ്ങളിലാണെങ്കിൽ എന്ത് സമർപ്പിക്കും? ദേഹരണം ചെയ്യും. ശരീരം കൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ എത്രയോ പേര് ദേഹരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനായിട്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന സേവനം. ശരീരം കൊണ്ട് സേവനം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തമോ ഗുണം ഇല്ലാതാകും. ശ്രദ്ധിച്ചോണം, ശരീരം കൊണ്ട് സേവ ചെയ്താൽ തമോ ഗുണം ഇല്ലാതാകും. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അലസത, നെഗറ്റീവായിട്ടുള്ള തോന്നലുകൾ, ജാഠ്യത, അല്ലെങ്കിൽ നമ്മളുടെ മന്ദത മുതലായിട്ടുള്ള ഉത്സാഹമില്ലായ്മ, ഊർജ്ജസ്വലതയില്ലായ്മ മുതലായിട്ടുള്ള ദോഷങ്ങൾ മാറാൻ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സേവ ചെയ്യുക, ഗുരുവിനായാലും ദേവതയ്ക്കായാലും. ഇനി നമ്മൾ ധനധാന്യങ്ങൾ, സമ്പത്ത് ഉപയോഗിച്ച് സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തു മാറും? നേരത്തെ പറഞ്ഞു ശരീരം കൊണ്ട് ചെയ്താൽ തമോ ഗുണം മാറും, രജസ് ആണ് അടുത്തത്. അപ്പോൾ നമ്മൾ ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റ് ദ്രവ്യങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ സേവനം ചെയ്യുകയാണെങ്കിൽ ഗുരുവിനായാലും ദേവതയ്ക്കായാലും രജോ ഗുണം മാറും. പിന്നെ നമ്മൾ എത്തിച്ചേരുന്ന ഏതവസ്ഥയിലാണ്? സത്വഗുണം. സത്വഗുണമാണ് നമുക്ക് തൽക്കാലം വേണ്ടുന്ന ഒരു ക്വാളിറ്റി. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ അഹങ്കാരം, പൊങ്ങച്ചം, ഡംഭ്, ഇങ്ങനെ മുതലായിട്ടുള്ള നമുക്ക് അപകടമുണ്ടാകത്തക്ക നിലയിലുള്ള ഒരു അസന്തുലിതമായ സ്വഭാവമാണ് ഈ രജോ ഗുണവും തമോ ഗുണവും. അത് രണ്ടും മാറ്റി ഒരു സത്വഗുണത്തിൻ്റെ സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക്, ഒരു പാകതയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ മൂന്നാമത് സമർപ്പിക്കേണ്ടത് നമ്മളുടെ മനസ്സിനെയാണ്. അപ്പോൾ ആദ്യം സമർപ്പിച്ചു, ശരീരം സമർപ്പിച്ചു, ഇപ്പോൾ തമോ ഗുണം മാറി. സമ്പത്ത് സമർപ്പിച്ചു, രജോ ഗുണം മാറി. ഇനി നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ ഗുരുവിനോ ദേവതയ്ക്ക് സമർപ്പിച്ചാൽ സത്വഗുണവും പൂർണ്ണമായി. സത്വഗുണം പൂർണ്ണമായാൽ പിന്നെ നമ്മൾ എവിടെത്തുകയാണ്? സിദ്ധിയിലെത്തുകയാണ്. സത്വഗുണം പൂർണ്ണമാകുമ്പോൾ നമ്മൾ സിദ്ധനായി, സിദ്ധികളായി. ഭൗതിക ഭോഗസിദ്ധികളെല്ലാം നമുക്ക് കിട്ടും. എന്ത് ഐശ്വര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമുക്ക് കിട്ടും. ഈ ലോകത്ത് ഏറ്റവും മിടുക്കനായിട്ടും മിടുക്കിമാരായിട്ടും ഒക്കെ നമുക്ക് മാറാം. അതും കഴിഞ്ഞ് സത്വഗുണത്തിനുമപ്പുറം 4ാമത്തെ പൂർണ്ണമായ അവസ്ഥ ഏതാണ്? ഗുണാതീതം, നിർഗുണം. അപ്പോൾ സിദ്ധിക്കുമപ്പുറം മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് ഉയരാനുള്ള ഒരു രംഗമാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ദശമി. ദശഹര 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 ദശഹരയാണ് ദസറ. ദസറ ദസറ എന്ന് മാറിയത്. ദശം 10, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്. ഇതുവഴി ഉള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറക്കേണമേ തമ്പുരാനേ. 5 എണ്ണം. ബാക്കി 5 എണ്ണം വാക്ക്, പാണി, പായു, പാദം, ഉപസ്ഥം. അതായത് പാദം, കൈ, മലദ്വാരം, നമ്മുടെ മൂത്രദ്വാരം, വാക്ക്. ഈ 10 കാര്യങ്ങളെ ശുദ്ധമാക്കുമ്പോൾ ഈ ദശാസന്ധി, ദശാപഹാരം, ദശഹര, ഇതിനെ ഹരിച്ച് നമ്മൾ ദസറ എന്നുള്ള വിജയദശമിയിലേക്ക് എത്തുകയാണ്. 10ാമത് വിജയത്തിലേക്ക് എത്തുകയാണ്. ജീവിതം വിജയത്തിലേക്ക് എത്തുകയാണ്.
ജീവിതം വിജയത്തിലെത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് തലങ്ങൾ. ഒന്നുകിൽ നിങ്ങൾ സിദ്ധിയിലേക്ക് എത്തുക, അതല്ലെങ്കിൽ മുക്തിയിലേക്ക് എത്തുക. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഭൗതിക ജീവിതത്തിൻ്റെ വിജയമാണ് സിദ്ധി, നിങ്ങൾ ആഗ്രഹിക്കുന്നെല്ലാം നേടുക, ഭോഗസിദ്ധി. ആത്മീയ ജീവിതത്തിൻ്റെ വിജയമാണ് യോഗസിദ്ധി അഥവാ മുക്തി. അപ്പോൾ മനസ്സിൻ്റെ പൂർണ്ണതയാണ് സിദ്ധിയെങ്കിൽ ആത്മാവിൻ്റെ പൂർണ്ണതയാണ് മുക്തി. അപ്പോൾ മനസ്സിൻ്റെ പൂർണ്ണത നേടിയിട്ട് ആത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ദിവസമാണ് ഈ 10-ാം ദിവസം. ആത്മാവിൻ്റെ ആ പൂർണ്ണതയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ 3 ഘടകങ്ങളെ കൃത്യമായി അറിഞ്ഞു. ദേവി ആരെയൊക്കെയാണ് കൊന്നത്? മഹിഷാസുരനെ കൊന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവനാളൊരു പോത്താണ്. ഈ പോത്ത്, കാള അല്ലെങ്കിൽ നമ്മൾ എരുമ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കിൻ്റെ അകത്ത് വരുന്നത് ഒരു ഭാവമാണ്. വെള്ളത്തിൽ ഇങ്ങനെ കിടന്നുള്ള പോത്ത്, ഒരു അനക്കവുമില്ല. തമസ്, മഹിഷം എന്ന് പറയുമ്പോൾ ഈ പോത്തിൻ്റെ അവസ്ഥ, അതായത് നമ്മളുടെ തമോ ഗുണത്തെ, ആ തമോ ഗുണത്തെ ആരില്ലാതാക്കി? ദേവി ഇല്ലാതായി. ദേവി മീൻസ് മൂലാധാര സ്ഥിതാം ദേവിയും കുണ്ടലിനിയും പരദേവത. നമ്മിൽ തന്നെയുള്ള ആ ശക്തി ഉണർന്നു വന്നപ്പോൾ, ഉണരാൻ തുടങ്ങിയപ്പോൾ, കുണ്ടലിനിയുടെ ജാഗരണം സംഭവിച്ചപ്പോൾ ആദ്യം ഇല്ലാതാകുന്നത് മൂലാധാരത്തിൻ്റെ ആലസ്യമാണ്. മൂലാധാരത്തിൻ്റെ സ്വഭാവം ആലസ്യമാണ്, ഉറക്കമാണ്. അത് കഴിഞ്ഞ് തൊട്ട് മുകളിലോട്ട് സ്വാധിഷ്ഠാനം, ജനനേന്ദ്രിയ സ്ഥാനം വരുമ്പോൾ വിഷയാസക്തിയാണ്. അതും കഴിഞ്ഞ് ഉദരം, വയറ്, മണിപൂരകം വരുമ്പോൾ ഭക്ഷണാസക്തിയാണ്. അതും കഴിഞ്ഞ് അനാഹതം വരുമ്പോഴത്തേക്ക് നമുക്ക് സെൻറ്റിമെൻറ്റ്സും വൈകാരികതയൊക്കെ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. എല്ലാവരോടും അങ്ങ് സ്വാമി പറഞ്ഞ പോലെ സ്നേഹമുള്ള ആത്മാവാണ് അത്. ആ സമയത്ത് നമ്മൾ കുണ്ടലിനെ നിരീക്ഷിച്ചാൽ, ആ ശക്തിയെ നിരീക്ഷിച്ചാൽ അതെവിടെ നിൽക്കുകയാണ്? അനാഹതത്തിൻ്റെ എല്ലാവരെയും സമാശ്ലേഷിക്കാൻ നിൽക്കുകയാണ് ഇതിനെ. അപ്പോൾ അത് വൈകാരിക എമോഷൻ്റെ പരിപൂർണത. വിശുദ്ധി ചക്രത്തിലേക്ക് എത്തുമ്പോൾ ഗവേഷണങ്ങൾ, ജ്ഞാനങ്ങൾ, പഠനങ്ങൾ, സ്വാധ്യായനങ്ങൾ, അധ്യാപനം, അധ്യയനം, നിരീക്ഷണം, പരീക്ഷണം ഒക്കെ നടത്താനുള്ള വിജ്ഞാനമയ കോശത്തിൻ്റെ ഒരു വലിയൊരു വാഹം. അതും കഴിഞ്ഞ് ആജ്ഞാചക്രത്തിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് എല്ലാറ്റിൻ്റെയും ഭൗതിക ഭോഗസിദ്ധിയുടെ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവിടെയും പൂർണ്ണമാവുന്നില്ല. അതിനുമപ്പുറം സഹസ്രാരമായിരിക്കുന്ന ആ 10-ാമത്തെ വിജയത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആ നവദ്വാരവും കഴിഞ്ഞ് 10-ാമത്തെ ദ്വാരമായിരിക്കുന്ന പതപ്പ്, ഉച്ചി, സഹസ്രാരം, ക്രൗൺ, നമ്മളുടെ കിരീടം ആയിരിക്കുന്ന അപൂർണമായിരിക്കുന്ന ബ്രെയിൻ്റെ ഫുൾ ബ്ലോസമിങ്, ഫുൾ ഫ്ലവറിങ്, ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മുക്തി അല്ലെ മോക്ഷം എന്നുള്ള അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു എന്ന് നമ്മൾ ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പം മഹിഷമായിരിക്കുന്ന ആ അലസത മാറിക്കഴിഞ്ഞാൽ പിന്നെ ദേവി ചണ്ടമുണ്ടന്മാരെ കൊല്ലുന്നു എന്നാണ് പറയുന്നത്. ചണ്ടമുണ്ടന്മാർ, ചണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോ ഗുണത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഞാനത് ചെയ്തെങ്കിലേ ശരിയാവും, വേറെ ആര് ചെയ്താലും ശരിയാവില്ല. നമ്മൾ പറയുന്നതല്ലേ നമ്മളിപ്പോൾ, അത് ചണ്ട സ്വഭാവം. ഞാൻ ചെയ്തെങ്കിലേ ശരിയാവും. മുണ്ടൻ, എന്നെക്കൊണ്ടത് പറ്റും, ഞാൻ ചെയ്താൽ അത് അത്ര ശരിയാവത്തില്ല, അത് അമ്മ ചെയ്യും, അച്ഛൻ ചെയ്യും, നീ ചെയ്യും, ഞാൻ ചെയ്യും. ഇവൻ ഇങ്ങനെ മുണ്ടനെ പോലെ അവനങ്ങ് പിന്മാറുകയാണ്. ഒരുത്തൻ ഹൈപ്പർ ആക്റ്റീവായിട്ട് എടുത്തു ചാടുമ്പോൾ മറ്റേ ആൾ ഹൈപ്പോ ആയിട്ട് മാറുന്നു. ചണ്ടനും മുണ്ടനും. നിശുംബൻ, ശുംഭൻ തന്നെയാണ് ആള്. പൊങ്ങച്ച, എന്നെക്കാളും വലുതായിട്ട് ഇവിടെ ആരുണ്ട്? നിശുംബൻ, അവ അത് പറഞ്ഞെങ്കിലും അവനേക്കാളും വലുതായിട്ട് ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതൊക്കെ നമ്മളിലുള്ള ഓരോ രജോ ഗുണത്തിൻ്റെ ഓരോരോ പ്രകടനങ്ങൾക്ക് നമ്മൾ രൂപം നൽകിയ ആസുരഭാവത്തിൽ, ഇതൊക്കെ അസുര സ്വഭാവമാണ്. ഇതൊക്കെ സുരസ്വഭാവമല്ല. സുരൻ മീൻസ് ദൈവികത, ദിവ്യത്വം, തേജസ്, ബ്രഹ്മത്വം. ആ ദൈവികത ഇല്ലാത്ത സ്വഭാവത്തിന് നമ്മളെന്ത് പറയുന്നത്? അസുരഭാവം. ഈ അസുരഭാവങ്ങളാണ് ഈ ചണ്ടമുണ്ടനായിട്ടും സുംബനായിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സത്വഗുണത്തിൻ്റെ ധ്യാനത്തിലേക്ക് അങ്ങനെ മുഴുകിക്കഴിയുമ്പോൾ ധ്യാനത്തിൻ്റെ പൂർണ്ണിമയിൽ എന്ത് സംഭവിക്കുകയാണ്? കണ്ണൊക്കെ തുറക്കുമ്പോൾ കണ്ണൊക്കെ ചുമന്ന് കലങ്ങി അങ്ങനെ ഇരിക്കുന്നത് കാണാം. ധ്യാനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് കണ്ണൊക്കെ തുറക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് കലങ്ങിയിരിക്കും. അപ്പം അതും ഒരു പോരായ്മയാണ്. അവിടെ നിന്നുകൂടാ, അതിനപ്പുറം നിങ്ങൾ പോകണം. അപ്പോൾ അവിടെ കണ്ണുകൾ എന്തായി? പൊടിപടലങ്ങൾ ബാധിച്ചതുപോലെ ചുമന്ന് ഒരു വ്യക്തത കുറവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പൂർണ്ണതയിലെത്തിയില്ല. കാര്യം സത്വഗുണത്തിൽ വന്ന് നിൽക്കുകയാണ്. ധൂമ്രലോചനൻ, അതൊരു അസുരഭാവമാണ്.
ആ സത്വഗുണത്തിൻ്റെ ആ തലവും കൂടി, ആ വൈകല്യവും കൂടി, ആ പോരായ്മയും കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് എത്തുകയാണ്? നിർഗുണ നിരാകാരമായിരിക്കുന്ന, മോക്ഷമായിരിക്കുന്ന, പരിപൂർണമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ മാനവൻ മാധവനായി, നരൻ നാരായണനായി, നാരിമാർ നാരായണിമാരായി, ജനം ജനാർദ്ദനനോളം ഉയർന്ന് കിങ്കരന്മാർ ശങ്കരന്മാരായി മാറുന്ന അദ്വൈത അനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി നമ്മുടെ ധ്യാനം സമാധിയിലേക്ക് ഉയരുന്ന ഘട്ടം. ഇത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ പണ്ട് ആചാര്യന്മാർ മനസ്സിലാക്കി. ദേവി എന്നുള്ള നമ്മിൽ തന്നെ ഉള്ള പരമമായിരിക്കുന്ന ശക്തി, സ്ത്രീ വെറും ഒരു സൃഷ്ടിജാലമല്ല. പുരുഷനെ പോലെ അല്ലെ മറ്റു മൃഗങ്ങളെ പോലെ ഒരു സൃഷ്ടിജാലം, വെറും ഒരു സൃഷ്ടിയിൽ പെട്ടതല്ല സ്ത്രീ. സ്ത്രീ സൃഷ്ടാവാണ്. ഷീ ഈസ് നോട്ട് എ ക്രിയേഷൻ ബട്ട് എ ക്രിയേറ്റർ. സൃഷ്ടാവാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ദുർഗ എന്ന് പറയുന്ന ശക്തി, ദുർഗം മീൻസ് ബ്ലോക്ക്, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ജീവിതത്തിൽ എന്ത് ചെയ്താലും തടസ്സം സ്വാമി, തടസ്സം, എവിടെയും തടസ്സം. ഈ തടസ്സം എന്ന് പറയുന്നത് ആദ്യം സംഭവിക്കുന്നത് എവിടാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഉള്ളിൽ തടസ്സം ഇച്ഛാശക്തി ഇല്ലായ്മയായിട്ട് മാറുന്നു. ബട്ട് ഇച്ഛാശക്തി ഉണർന്നാൽ, ദുർഗ പ്രസാദിച്ചാൽ, വേർ there is a will there is a way. ഇച്ഛ ഉണർന്നാൽ അതിനുള്ള വഴി തെളിയും, അതിനുള്ള അറിവും തെളിയും. അപ്പോൾ ദുർഗ പ്രസാദിച്ചാൽ ലക്ഷ്മിയാകുന്ന ആ വഴി തെളിയുകയാണ്. കർമ്മം, അതിൻ്റെ ക്രിയ, അതിൻ്റെ സർഗസ്വഭാവം, അതിൻ്റെ ക്രിയാത്മകത, ക്രിയേറ്റിവിറ്റി, അതിന് വേണ്ടുന്ന അറിവ്, സരസ്വതി. അപ്പോൾ ബേസ് അവിടെ കിടക്കുകയാണ്. ദുർഗയാകുന്ന വിൽ പവർ, ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തിയാകുന്ന ദുർഗമങ്ങളെ അല്ലെങ്കിൽ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്, ജീവിതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ബ്ലോക്കുകളെയും തടസ്സങ്ങളെയും, ഉള്ളിലുള്ള ആ ബ്ലോക്കുകളെല്ലാം ആ കുണ്ടലിനി ശക്തിയായിരിക്കുന്ന, മൂലാധാരസ്ഥിതിയായിരിക്കുന്ന പരദേവതയുടെ അതിനെ ബാധിച്ചു നിൽക്കുന്ന ആ ബ്ലോക്ക് അങ്ങോട്ട് മാറി ഇത് ഞെട്ടി ഉണർന്നാൽ, തൊട്ടുണർത്തിയാൽ, ആദ്യം തന്നെ ഇച്ഛാശക്തി ഉണർന്നാൽ, ആ വിൽ പവർ ഉണർന്നാൽ, ആ പാഷൻ ഉണർന്നാൽ, ആ സെസ്റ്റ് ഉണർന്നാൽ, ആ ഒരു ക്രൈസ് വന്നാൽ, ആ ഒരു ആവേശം വന്നാൽ, അപ്പോൾ തന്നെ അതിനുള്ള അറിവ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ടുന്ന അറിവ്, നോഹൗ, അതിന് വേണ്ടുന്ന പ്രവർത്തിക്കാനുള്ള ധാന്യങ്ങളായ ധനധാന്യം, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്, ക്രിയാത്മകത. അപ്പം ലക്ഷ്യം പൂർണ്ണമാക്കാൻ ദുർഗയാണ് തൊട്ട് പിന്നിലുള്ളത്, ഇച്ഛാശക്തി. അത് കഴിഞ്ഞാൽ ലക്ഷ്യം ഉറപ്പിച്ച്, ലക്ഷ്യം പൂർണ്ണമായ ലക്ഷണമുക്ത ലക്ഷ്മിയുടെ അനുഗ്രഹം അവിടെ വരികയാണ്. ക്രിയാശക്തി, ശാസ്ത്രവീര്യം. അത് കഴിഞ്ഞ് ഇതിന് വേണ്ടുന്ന ആ അറിവ്, അതിന് വേണ്ടുന്ന വകതിരിവ്, അതിന് വേണ്ടുന്ന നോഹൗ കിട്ടാൻ വേണ്ടി ജ്ഞാനശക്തിയായിരിക്കുന്ന, ബ്രഹ്മ തേജസ്സായിരിക്കുന്ന സരസ്വതി. അതുകൊണ്ടാ സരസ്വത്യേച്ച വിദ്മഹേ ബ്രഹ്മപത്നിയേച്ച ധീമഹി തന്നോ വാണി പ്രചോദയാത്. അത് പ്രചോദിപ്പിക്കുന്ന ആ ശക്തി, ആ അറിവ്, ആ പ്രവാഹം, സരസ് പ്രവാഹമാണ്, സരിത്താണ്, ഭാരമില്ലാത്തയാണ്, ജീവിതത്തെ ഈസിയിലേക്ക് നയിക്കും. ഇപ്പം നമ്മൾ ഈസാണ്, നമുക്ക് അത് ഈസാക്കി മാറ്റും, അത് ആയാസമില്ലാതാക്കും, അനായാസമാണ്. അങ്ങനെ ആക്കുന്ന ശക്തിയാണ് ദേവി ഇരിക്കുന്ന. അനായാസമായിട്ടല്ലേ, ആ വലിയ ഭാരമുള്ള ദേവി ഇരിക്കുന്നത് ആ ഒരു താമരയിലാണ്, എന്നിട്ടും താരുന്നില്ല. താരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവിക്കും ഭാരമില്ലേ. ദേവിക്ക് ഭാരമില്ല എന്ന് പറഞ്ഞാൽ മുക്തമായിരിക്കുന്ന, മോക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്ന, പ്രാരബ്ധം ഒടുങ്ങിയ ആത്മാവ് എപ്പോഴും ഭാരമില്ലാത്ത ആളാണ്. ആ ഭാരമില്ലാത്ത ആൾക്കാരെ തേടിയാണ് നമ്മൾ ഓടി വരുന്നത്. ഇവിടെ വരുമ്പോഴും നമ്മൾ ഗുരുജി ഒരു ഭാരമില്ലാത്ത ആത്മാവാണെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. നമ്മളൊക്കെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരവാഹികളാണ്. അമ്പലത്തിൻ്റെ ഭാരവാഹിയാണ് സ്വാമി, വീട്ടിൻ്റെ ഭാരവാഹിയാണ് സ്വാമി, അടുക്കളയുടെ ഭാരവാഹിയാണ് സ്വാമി, സ്കൂളിൻ്റെ ഭാരവാഹിയാണ്, ജോലിസ്ഥലത്ത് ഭാരവാഹിയാണ്. ഇവിടെ ഒരു ഭാരവും ഇല്ലാതെ ഒരാളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്, ഒരു സമാധാനം കിട്ടുന്നത്. അപ്പം ആ ഭാരമെല്ലാം ഇല്ലാതായിരിക്കുന്ന, ഈസി ആയിരിക്കുന്ന അവസ്ഥയാണ് സരസ്വതി. അത് അറിവ് പൂർണ്ണമാകുമ്പോഴാണ്. അറിവ് പൂർണ്ണമാകണമെങ്കിൽ അതിനു മുമ്പ് മൂലമായിരിക്കുന്ന, ദേവിയായിരിക്കുന്ന, ദുർഗയായിരിക്കുന്ന അടിസ്ഥാന ശക്തി, ദുർഗാ, ലക്ഷ്മി, സരസ്വതി, 3 ദേവതയല്ലേ നമ്മൾ ഉപാസിക്കും. ആ മൂലമായിരിക്കുന്ന ദുർഗ പ്രസാദിച്ചെങ്കിൽ മാത്രമേ ഈ 2 ഘടകങ്ങളും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മിയെ ഭജിക്കാൻ പറ്റിയില്ലെങ്കിലും, സരസ്വതിയെ ഭജിക്കാൻ പറ്റിയില്ലെങ്കിലും, പരാശക്തിയായിരിക്കുന്ന ആ ദേവി, ദുർഗാദേവി, ഭഗവതി, മഹാദേവി അനുഗ്രഹിച്ചാൽ നമുക്ക് ബാക്കി എല്ലാ ദേവതകളും, നമുക്ക് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ മുതലായി ഇന്ദ്രാദി ബന്ധമൂർത്തികളെല്ലാം ആരെ അടിപണിഞ്ഞു നിൽക്കുകയാണ്? ദുർഗാദേവി ആയിരിക്കുന്ന ആ ദേവി. അപ്പം ആ ദുർഗാ പൂജയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദുർഗ കാലസ്വരൂപിണി ആയതുകൊണ്ട് നമ്മളെന്ത് പറയുന്നു? കാളി, കാളി അല്ലേ?
കാലത്തിൻ്റെ മൂർത്തിയായിട്ടിരിക്കുന്നത്. കാലം നേരത്തെ പറഞ്ഞു, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തെ നമ്മൾ അറിയേണ്ടത്. അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞത് നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാൻ പോകുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം. ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോന്നും. അതിന് നമ്മളൊന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊന്ന് സ്റ്റില്ലാവണം. ഇത് സ്റ്റില്ലായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട്. ഇത് ചലിച്ചുകൊണ്ടിരുന്നാൽ അത് കറക്റ്റ് ആവില്ല. അപ്പോൾ അതിൽ നിശ്ചല ചിത്തേ ജീവൻ മുക്തി, നമ്മളെ സ്റ്റില്ലാക്കുകയാണ് ഈ 2 ദിവസം. നിങ്ങൾ സ്റ്റില്ലായി കഴിയുമ്പോൾ, നിങ്ങളുടെ ഈ ബോധേന്ദ്രിയം ഒന്ന് ഉണർന്നു കഴിയുമ്പോൾ, ബോധേന്ദ്രിയം ഉണർത്താൻ വേണ്ടി ബോധേന്ദ്ര തീർത്ഥ സ്വാമിയെ അവിടുന്ന് വിട്ടതായിട്ട് വേണേൽ ചുമ്മാ ഭാവന ചെയ്തു, ഒരു സന്തോഷം. ഈ അക്ഷരങ്ങൾക്കെല്ലാം ഒരു ശക്തി ഉണ്ടല്ലോ. അപ്പം എന്നതുപോലെ നമ്മുടെ എല്ലാം ബോധേന്ദ്രിയമാകുന്ന, അതിന് വേണ്ടുന്നത് പക്ഷേ എന്താണെന്ന് ആദ്യം പറഞ്ഞ് ഗുരുപ്രസാദമാണ്. ഗുരുജി അവിടെ നിന്നൊരു ചിരി ഇരിക്കുന്നപ്പം ഗുരുപ്രസാദം എന്ന് കേട്ടപ്പോൾ അത് കൃത്യമായിട്ട് സ്വാമി അത് പറഞ്ഞ് അങ്ങ് പൂർണ്ണമാക്കി തന്നതിൽ വളരെ സന്തോഷം. കാര്യം അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഗുരുപ്രസാദം ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പോലും, അത് അദ്ദേഹം ഇട്ട പേരല്ല. ഞാൻ എന്നെ വിളിക്കുന്ന പേരാണ് ഗുരുപ്രസാദം എന്ന് അദ്ദേഹം പറയാറില്ല. അപ്പോൾ ഇത് ഈശ്വര നിശ്ചയമായിട്ട് സംഭവിക്കുന്ന ഇതെല്ലാം ആണോ? ആണ്. അപ്പോൾ ആ ഇൻസിഡൻസ് ആർ നോട്ട് ഇൻസിഡൻറ്റൽ, ദർ ഇസ് എ ഡിവൈൻ ഹിഡൻ കോയിൻസിഡൻസ് ബിഹൈൻഡ് ഓൾ ദീസ് ഇൻസിഡൻസ്. അപ്പോൾ 2054 സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഒരു മാറ്റം ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതങ്ങനെ പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ളതല്ല. ഞങ്ങൾ ഗുപ്തയോഗ സമ്പ്രദായക്കാരുടെ സ്ക്രിപ്റ്റേഴ്സിൽ, അതിൻ്റെ ലിറ്ററേച്ചർ അല്ലെ അതിൻ്റെ ഭവിഷ്യ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഖണ്ഡ ഭാരത പ്രഖ്യാപനം. അഖണ്ഡ ഭാരത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭാരതത്തിൻ്റെ പരിസരത്ത് ഉള്ള രാജ്യങ്ങളെല്ലാം 2054 കൂടി തകർന്നു തരിപ്പണമായി, സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ക്ഷീണിച്ച് ദുർബലപ്പെട്ട് തിരികെ അജനാഭ വർഷം, ഭരതവർഷം എന്ന പഴയ ഭാരതത്തിലേക്ക് മടങ്ങി വരുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് മതത്തിനല്ല പ്രസക്തി, ആത്മീയതയ്ക്കാണ്. ബിയോണ്ട് റിലീജിയൻ, സ്പിരിച്വാലിറ്റി. ഞാനും നിങ്ങളുമെല്ലാം ഓരോ ആത്മാവാണ്. ഞാനൊരു ആത്മാവ്, ഹരി സ്വാമി ഒരു ആത്മാവ്, നിങ്ങളെല്ലാവരും ഒരു ആത്മാക്കൾ. ഇപ്പം ആത്മാവ് എന്നുള്ള തലത്തിൽ, ഈ സോൾ എന്നുള്ള തലത്തിൽ നമ്മളെല്ലാം ഒന്നിക്കുന്നു. മതവും രാഷ്ട്രീയവും ജാതിയും ഒക്കെ നമ്മൾ പിന്നീട് സൃഷ്ടിക്കുന്നതാണ്. ബേസായിട്ട്, ഇൻസ്റ്റിങ്ക്റ്റായിട്ട്, ഇൻഹറൻ്റായിട്ട്, ഇൻബിൽറ്റായിട്ട്, ഇൻബോണായിട്ട് നമ്മളുള്ളത് എന്താണ്? ആത്മാവാണ്. ഞാനൊരു ആത്മാവ്, നിങ്ങളുടെ ആത്മാവ്. ഇപ്പോൾ അതിനെ നമ്മൾ എനർജി, വൈബ്, ഫ്രീക്വൻസി, പല 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 പേരുകളിൽ പറയുന്നുള്ളതേ ഉള്ളൂ. അത് 2054 ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ, ഇന്ന് നമ്മൾ കാണുമ്പോൾ ചിന്തിക്കുന്നത്, അദ്ദേഹം എൻ്റെ ജാതിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം എൻ്റെ രാഷ്ട്രീയത്തിലുള്ള ആളാണെങ്കിൽ എനിക്ക് അദ്ദേഹം CPM, ഞാനും CPM, അദ്ദേഹവും ബ്രാഹ്മണനാണ്, ഞാനും ബ്രാഹ്മണൻ, അങ്ങനെ ഞങ്ങൾ കൂട്ടാം. ഇതാ ഇപ്പോഴത്തെ നമ്മുടെ മൈൻഡ് സെറ്റ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരേ സമുദായക്കാരെ തമ്മിൽ ഒരുമിപ്പിക്കുക, ഒരേ രാഷ്ട്രീയക്കാർ തമ്മിൽ ഒരുമിപ്പിക്കുക, ഇതൊക്കെ ഒരു അർത്ഥശൂന്യമായ അവസ്ഥയാണെന്ന് സയൻറ്റിഫിക് ടെമ്പർ വികസിക്കുന്ന അടുത്ത തലമുറ മനസ്സിലാക്കി അവരിപ്പോഴേ വാക്കുകൾ പറഞ്ഞു തുടങ്ങി. നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ വാക്കുകൾ. തന്ത വൈബ് അത്ര പോരാ. എന്ത് കൃത്യമായിട്ട് അവർ പറഞ്ഞ വൈബ് മീൻസ് അയാളുടെ എനർജി ലെവൽ. ഇത് സയൻസാണ്. അപ്പം നമ്മളൊരു സ്കാനറാണ്, നമ്മളൊരു സെൻസറാണ്, നമ്മളൊരു സ്ക്രീനറാണ്. ഈ സ്ക്രീനിങ് പവർ, സ്കാനിങ് പവർ, സെൻസ് പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെല്ലാം, ഉപാസനകളിലൂടെല്ലാം, ആരാധനകളിലൂടെല്ലാം, ആചാരങ്ങളിലൂടെല്ലാം അറിഞ്ഞോ അറിയാതെയോ നാം പണ്ട് മുതൽക്കേ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ വേഗത്തിലാവുകയാണ് 2054 കൂടി. ട്രാൻസിഷൻ പീരീഡ് പൂർണ്ണമാകും. ഇപ്പം ട്രാൻസിഷൻ സംഭവിക്കുക, കലിയുഗത്തിലെ കലിയാണ്. അതെങ്ങനെ സ്വാമി? അങ്ങനുണ്ട്. ഇപ്പം ശനിയിൽ നമുക്ക് നല്ല കാലമുണ്ട്, മോശമുണ്ട് അല്ലേ? ശുക്രൻ വ്യാഴമൊക്കെ വരുമ്പോൾ അതിൽ തന്നെ മോശമുണ്ട്, നല്ലതുമുണ്ട്. അപ്പം കലികാലത്തിൽ തന്നെ 4 വീണ്ടും ഉണ്ട്. കലിയിലെ സത്യയുഗം, നല്ല ആൾക്കാർ. കലിയുഗമാണ്, പക്ഷേ കുറച്ച് നല്ല ആൾക്കാരാണ്. കലിയിലെ ത്രേതായുഗം, കലിയിലെ ദ്വാപരയുഗം, കലിയിലെ കലിയുഗം. ആ കലിയിലെ കലിയുഗത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇപ്പം അച്ഛനാരെന്ന് അറിഞ്ഞുകൂടാ, അമ്മേരാന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരും ലഹരിയിൽ ഇങ്ങനെ മൊഴി നടക്കുകയാണ്. ഈ ലഹരി അടുത്ത ലഹരിയിലോട്ട് വഴിമാറും. ഹരിയാണ് ലഹരി എന്ന തരത്തിലേക്ക് മാറും. ഇപ്പം നമുക്ക് ഹരി എന്താണെന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം ആ ഹരി എന്നുള്ളത് എന്താണെന്ന് ഈ തലമുറ മനസ്സിലാക്കാൻ പോകുന്നത്, അതിന് അവർ പറയുന്ന ഭാഷയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഈ സ്വാമിയുടെ ഫ്രീക്വൻസി അത്ര പോരാ. ഇപ്പം അങ്ങനെയല്ല പറയുന്നത്, സ്വാമിയുടെ അതുപോരാ ഇതുപോരാ എന്നൊക്കെ അവർ കണ്ടുപിടിക്കുന്നത് വേറെയാണ്. അന്നത്തെ തലമുറ, വരാൻ പോകുന്ന തലമുറ സ്പിരിച്വൽ സയൻസാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. സയൻസ് ഓഫ് സയൻസ്. സയൻസ് ഡീൽസ് വിത്ത് ഓൺലി 5 മാറ്റേഴ്സ്, 5 എലിമെൻറ്റ്സ്, 5 സെൻസസ്.
ആ സയൻസ് പോലും ചേഞ്ച് ചെയ്ത് ഇതിലേക്ക് മാറുകയാണ്. മെറ്റീരിയൽ ഫിസിക്സ് നൗ മൂവിങ് ടു മെറ്റാഫിസിക്സ്. അതെങ്ങനെ സ്വാമി മെറ്റാഫിസിക്സ്? മൊബൈൽ എടുത്ത് നോക്കൂ, ഓൺ ചെയ്യുമ്പോൾ ആദ്യം എഴുതി കാണിക്കുന്ന മെറ്റാ. അപ്പോൾ എല്ലാം ഒരു ഒമേഗയിലേക്ക്, ഒരു അതീന്ദ്രിയത്തിലേക്ക്, ഒരു സുപ്ര. അതിനി നമ്മൾ ക്വാണ്ടം ഫിസിക്സ് ആയാലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആയാലും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് ആയാലും എന്ത് പേര് പറഞ്ഞാലും എല്ലാം നിൽക്കുന്നത് സൈക്കോളജി. പ്യുവർ സൈക്കോളജി ഈസ് നൗ മൂവിങ് ടു, ഒരു അക്ഷരപിശകുണ്ട്, പ്യുവർ സൈക്കോളജി ഈസ് നൗ മൂവിങ് ടു പാരാ സൈക്കോളജി. ഇന്ന് നെറ്റ് അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ തുറന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന വിഷയങ്ങൾ ഏതാണെന്നാണ്. ചില മോശപ്പെട്ട വിഷയം ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്ന മൊത്തം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, എക്സ്ട്രാ ടെറസ്ട്രിയൽ, പാരാസൈക്കോളജി, അതീന്ദ്രിയ വിഷയങ്ങൾ, ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്, പുനർജന്മ സിദ്ധാന്തം, മൂന്നാം കണ്ണ്, ആറാം ഇന്ദ്രിയം, എല്ലാവരും ഇപ്പം അന്വേഷിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പോലും ഫെയ്ത്ത് ഇൻ ആക്ഷനായി. ഇതുവരെ നമ്മൾ അദ്വൈതമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവരാ. ഇനി അദ്വൈതം ആക്ഷനിലേക്ക് വരുവാണ്, പ്രയോഗത്തിലേക്ക് വരുവാണ്. അദ്വൈതവാദികളായിരുന്നു പണ്ട് നമ്മളെല്ലാം, ഇനി നമ്മൾ അദ്വൈത ജീവികളാവുകയാണ്. ആത്മീയവാദികളായിരുന്നു നമ്മൾ ഇത്രയും നാൾ, ഇനി ആത്മീയ ജീവികളായി മാറുകയാണ്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ മതത്തിനും അതീതമായിട്ടുള്ള ആത്മീയ ജീവികളാണ് നമ്മളെല്ലാം. നമ്മളെല്ലാം ഓരോ സെൻസേഴ്സാണ്, നമ്മളെല്ലാം ഓരോ സ്ക്രീനിങ് പവർ ഉള്ളവരാണ്, നമ്മളെല്ലാം ഓരോ സ്കാനിങ് പവറോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുമ്പോഴാണ് സത്യയുഗം. അഹം ബ്രഹ്മാസ്മി, ഞാനും ബ്രഹ്മം നീയും ബ്രഹ്മം. തമ്മിൽ തമ്മിൽ സ്തുതിച്ചും തമ്മിൽ തമ്മിൽ കീർത്തിച്ചും തമ്മിൽ തമ്മിൽ ആഹ്ലാദിച്ചും ജീവിതം സത്യയുഗത്തിലേക്ക് മാറ്റുന്ന മനോഹരമായിരിക്കുന്ന ഭാവനയുടെ പൂർണിമയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ നവരാത്രിയിലൂടെ സംഭവിക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിലേക്കുള്ള വികാസവും ഒടുവിൽ അസ്തിത്വമെന്ന സാക്ഷാത്കാരത്തിൻ്റെ മോക്ഷത്തിൻ്റെ തലത്തിലേക്കുള്ള പൂർണ്ണതയും. അപ്പോഴാണ് ജീവിതം വിജയമാകുന്നത്, വിക്ടറി ആകുന്നത്, സക്സസ് ആകുന്നത്. വെറ്റി വേൽ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ആ വേൽ, ആ ആയുധം മനഃശക്തിയാണ്. ഇപ്പം നമുക്ക് മനഃശുദ്ധിയാണ് ആദ്യം ഉള്ളത്. മനഃശുദ്ധി മാത്രം പോരാ, മനഃശക്തി കൂടി വേണം ജീവിത വിജയത്തിന്. അതാ ശക്തി ഉപാസന വേണ്ടി വന്നത്. ശുദ്ധിക്കാണെങ്കിൽ നമ്മൾ അടങ്ങി ഒരുങ്ങി എവിടെയെങ്കിലും ഇരുന്നാൽ ഭൗതിക ശുദ്ധി നേടിയാൽ നമുക്ക് ഭൗതിക സിദ്ധികൾ കിട്ടും. ആന്തരിക ശുദ്ധി നേടിയാൽ മോക്ഷവും കിട്ടും. പുറമേ ഉള്ള ശുദ്ധിയാണ് നമ്മൾ ഈ ഇതെല്ലാം നല്ല ശുദ്ധമായിട്ട് പുറമേ വെച്ചാൽ പുറമേ ഉള്ള ഭൗതിക സിദ്ധികൾ നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് പരമശുദ്ധിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഭൗതിക സിദ്ധിക്കപ്പുറം ആത്മീയ മുക്തി, മോക്ഷമാണ് കിട്ടുന്നത്. അപ്പോൾ മോക്ഷം പെട്ടെന്ന് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി ഗുരുജി ചെയ്തൊരു ബുദ്ധിയാണ്, എന്നാൽ പിന്നെ ഇങ്ങനെയെങ്കിലും ഭൗതിക സിദ്ധിയെങ്കിലും ആദ്യം കിട്ടട്ടെ. ഭോഗാന്ത്യ യോഗം, സിദ്ധി കഴിഞ്ഞാണ് മുക്തി. ഭോഗസിദ്ധി, അതായത് രാജഭോഗിയാണ് പിന്നീട് ആരാവുന്നത്, രാജയോഗിയായി മാറേണ്ടത്, അടുത്ത ഘട്ടത്തിലേക്ക് അവൻ മാറേണ്ടത്. അപ്പോൾ ഇപ്പം സാധാരണ മനുഷ്യനെ എന്താക്കി മാറ്റണം, നമ്മൾ സിദ്ധനാക്കി മാറ്റണം. ഇപ്പം ബദ്ധനായി നിൽക്കുകയാണ്, അവൻ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ്, കർമ്മബന്ധങ്ങളുടെ ഊരാക്കുടുക്കിൽ. അവൻ അതിൻ്റെ മേലൊരു വിജയം നേടാൻ ഒരു സിദ്ധനായി മാറണം. സിദ്ധൻ പിന്നീട് മോക്ഷം നേടി മുക്തനായി മാറണം. ഇപ്പം നമ്മൾ ആരുടെ അടിമയാണ്? യന്ത്രരാജൻ്റെ. അധാരസ്വാമി യന്ത്രരാജൻ, അങ്ങനെ രാജനുണ്ടോ? ഉണ്ട്. അതായത് യന്ത്രരാജന് പണ്ട് കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ മുനികുമാരൻ ഒരു കാട്ടാള ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു ശരീരബന്ധം ഒരു നിമിഷം ഒന്ന് കണ്ടപ്പോഴത്തേക്ക് അയാളുടെ ജീവിതം മാറി മറിഞ്ഞ് അയാളുടെ ആ ജന്മം പാഴായിപ്പോയി. ആരുടെ കഥയാണ്? അജാമിളൻ്റെ കഥ. അപ്പോൾ ഒരു നിമിഷം ഒരു രംഗം കണ്ടപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം അപ്പാടെ മാറി മറിഞ്ഞ് അപകടത്തിലായെങ്കിൽ ഇതിലൂടെ ഓരോ നിമിഷവും നമ്മൾ എത്ര 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 വേണ്ടാതീനങ്ങൾ അറിയാതെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എത്ര ജന്മങ്ങളാണ് അപകടത്തിലാവാൻ സാധ്യത. അപ്പോൾ ഇത് യന്ത്രരാജനാണ്. ടെക്നോളജി അതിൻ്റെ ക്ലൈമാക്സിലെത്തി. തടി കൊണ്ട് ചെയ്യേണ്ടത് ആര് ചെയ്യും? റോബോട്ട്. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വേറെ ഒരാൾ കാണും. അതാരാ? തിരുമേനി, ഇത് മിട്ടുവാണ്. മിട്ടുവാ ഞങ്ങളുടെ വീട്ടിലെ റോബോട്ടാണ്. എനിക്കിപ്പോൾ നടക്കാനൊക്കെ ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ട് ഇദ്ദേഹമാണ് എന്നെ കൊണ്ട് വരുന്നത്. ഇദ്ദേഹം ഇല്ലെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ല സർ. അപ്പോൾ തടി കൊണ്ട് ചെയ്യേണ്ടത് ആര് ചെയ്യാൻ പോവുകയാണ്? റോബോട്ട്, യന്ത്രമനുഷ്യൻ. തല കൊണ്ട് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറും ഇതും ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ അടിമയായി നമ്മൾ മാറുകയാണ്. ഇതിൻ്റെ അപ്പുറം നമുക്ക് ഇതിൻ്റെ ഉടമയായി മാറണമെങ്കിൽ ഇത് 5 ഇന്ദ്രിയങ്ങൾക്കകത്തുള്ള കാര്യങ്ങളെ ഇതിന് കൈകാര്യം ചെയ്യാൻ പറ്റും. 5 ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള കാര്യം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ
മറ്റൊരു രാജനാവണം. ആ രാജൻ്റെ പേരാണ്, ഇത് യന്ത്രരാജനാണെങ്കിൽ നമ്മൾ മന്ത്രരാജനാവണം. അതെന്താ മന്ത്രരാജൻ? ഉപാസന ചെയ്ത് അതീന്ദ്രിയത്തിൽ എത്തിക്കഴിയുമ്പോൾ അതീന്ദ്രിയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ദ്രിയതലത്തിലുള്ള ഈ ഉപകരണത്തെ എല്ലാം തൻ്റെ പരിധിയിൽ, പിടിയിൽ, സ്വാധീനത്തിൽ നിർത്താൻ പറ്റും. അങ്ങനെയുള്ള തലമുറ ഇനി വരികയാണ്. ഇനി വരും തലമുറ മൊബൈലിൻ്റെ അടിമകളായിരിക്കത്തില്ല. ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന യുവജനങ്ങൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് പ്രൊമോഷനും വേണ്ട, ഒരു കുന്തവും വേണ്ട, സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി, അത്യാവശ്യം ശമ്പളമൊക്കെ മതി, കൂടുതൽ ശമ്പളവും വേണ്ട, കൂടുതൽ ഞങ്ങളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് ഞങ്ങളുടെ സമാധാനം കെടുത്തണ്ട എന്ന് പറയത്തക്ക നിലയിലേക്ക് ആര് വളർന്നു വരികയാണ്? പുതിയ തലമുറ. നമ്മുടെ തലമുറ അങ്ങനല്ല. പണമാണ് ദൈവം, ചോറാണ് ദൈവം. അത് മാറി. പുതിയ തലമുറ ഇപ്പം പറഞ്ഞു തുടങ്ങുന്നു, ജീവിതം വലുതാണ്, ജീവിതത്തിൽ ഒരു നിമിഷവും വലുതാണ്. ജീവിതം നഷ്ടപ്പെടുത്തി നമ്മൾ പണത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല, ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പണം മതി. ആ തലത്തിലേക്ക് ജനങ്ങൾ ഉണർന്നു വരികയാണ്. ഈ ഒരു ഉണർവ്, ഇതൊരു വളർച്ച. അവൻ മന്ത്രരാജനാവുന്നു. മൂല്യങ്ങൾ, അതായത് സ്നേഹം എന്താണ്, കാരുണ്യം എന്താണ്, വാത്സല്യം എന്താണ്, സ്നേഹം എന്താണ്, എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദമാണ് പ്രണയമായി, പ്രേമമായി, സ്നേഹമായി നിങ്ങളിലേക്ക് പകരുന്നത്. അത് എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ നിർത്തുമ്പോൾ അതിന് പറയുന്ന പേരാണ് ധ്യാനം. ധ്യാനം ഉള്ളിലാകുമ്പോൾ അതിനെ ആനന്ദമെന്ന് പറയുന്നു. അതേ ധ്യാനം, ആനന്ദം പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അതാണ് പ്രണയമായി, പ്രേമമായി, സ്നേഹമായി മാറുന്നത്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഒன்றേ കുലം, ഒன்றേ ഇനം, ഒരുവനേ ദൈവം, അൻപേ ശിവം, അൻപേ സത്യം, അൻപേ ജ്ഞാനം, അൻപേ ആനന്ദം. ശ്രീനാരായണ ഗുരുദേവൻ ഇതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് നമുക്ക് ഭാഷാന്തരീകരണം നടത്തി തന്നത്. തമിഴാണ് ഇതിൻ്റെ മൂലം, അല്ലേ? അപ്പോൾ ഈ രഹസ്യം, ഈ ഒരുമ, വണ്ണസ്, ഞാനും നിങ്ങളുമെല്ലാം ഒന്നാകുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു. എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും തലച്ചോറ് പരസ്പരം അവരറിയാതെ തന്നെ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അദ്വൈതാനുഭവത്തിൻ്റെ പൂർണ്ണത നമുക്കിവിടെയുള്ള അനുഷ്ഠാനത്തിലൂടെ, ഈ ആശ്രമത്തിൻ്റെ, ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു വലിയൊരു മഹത്വമായിട്ട് ഇവിടെ കൂടുന്ന ഓരോ വ്യക്തികളും നേരത്തെ സ്വാമി പറഞ്ഞതുപോലുള്ള മന്ത്രരാജന്മാരായി മാറി, രാജയോഗികളായി, രാജഭോഗിയല്ല, അവൻ വളർന്ന് രാജയോഗിയായി മാറി, സിദ്ധനല്ല മുക്തനായി മാറി, ആ ജീവിതത്തിൻ്റെ പൂർണ്ണതയായിരിക്കുന്ന, സാക്ഷാത്കാരമായിരിക്കുന്ന, സാഫല്യമായിരിക്കുന്ന വിജയത്തിലേക്ക്, ആ വിക്ടറി, ആ സക്സസ്, സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് എല്ലാവർക്കും സംഭവിക്കുന്നതിന് വേണ്ടി ഈ ശുഭമായിരിക്കുന്ന ഇന്നത്തെ ഈ സായാഹ്ന വേളയിൽ നിങ്ങളോടൊപ്പം സ്വാമിയും പ്രാർത്ഥിക്കുകയാണ്. നമുക്കതിന് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള അനുഗ്രഹാശസ്സുകളും ചൊരിഞ്ഞ ആ സർവേശ്വരിയായിരിക്കുന്ന, പ്രപഞ്ചശക്തിയായിരിക്കുന്ന മൂലാധാരസ്ഥിതാം ദേവിയും കുണ്ടലിനിയും പരദേവതാം ഭഗവതിയും, ആ മഹാമായ, ആ മഹാശക്തിയെന്ന്, പരാശക്തിയെന്ന്, പരമശക്തിയെന്ന് പ്രകീർത്തിക്കുന്ന ആ ശക്തിവിശേഷം നമുക്ക് വേണ്ടുന്ന എല്ലാ ശക്തിയും, യുക്തിയും, ബുദ്ധിയും, സിദ്ധിയും നൽകി ജീവിതം ധന്യമാകട്ടെ, ധന്യമാകട്ടെ, ധന്യമാകട്ടെ. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി, ശാന്തി, ശാന്തി.